പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി. കൊലക്കേസിലെ പ്രതി ഇവിടെ വന്ന് കൊല്ലപ്പെട്ടയാളുടെ ഭർത്താവിനെയും മകളെയും അമ്മയെയും ഒക്കെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോലീസ് അനങ്ങിയില്ല. അറിഞ്ഞില്ല എന്ന് പറയരുത്. ഈ സുധാകരനും മകളും പോയി പരാതിപ്പെട്ടു, നാട്ടുകാർ പരാതിപ്പെട്ടു, ഇവർക്കെല്ലാം പരാതിയാണ്, ഇയാൾ സൈക്കോ ക്രിമിനലാണ്. പക്ഷെ പോലീസിനെ അതൊരു വിഷയമല്ല. അതുകൊണ്ട് പറയുന്നു, സുധാകരന്റെയും ലക്ഷ്മിയുടെയും കൊലപാതകത്തിന് പോലീസാണ്, നെന്മാറ പോലീസാണ്. ആ പോലീസ് SHOയെയും SIയെയും ഉപദേശിച്ചവനെയും ഒക്കെ പ്രതി ചേർക്കണം, പിടിച്ച് ജയിലിലിടണം. അവന്റെയൊക്കെ വീട്ടിൽ ഇത് സംഭവിച്ചാൽ മാത്രമേ വേദന തിരിച്ചറിയാൻ കഴിയൂ. പിടിച്ച് ജയിലിലിടണം. ആ കള്ള ജോത്സനുണ്ടല്ലോ, അവനെ തപ്പിപ്പിടിച്ച് അകത്തിടണം. ഇവരൊക്കെ ഇവിടെ നീതി നിർവഹിക്കാൻ ഇറങ്ങിയാൽ ഒരു കൊലപാതക കേസിലെ പ്രതി കൊന്നയാളുടെ ഭർത്താവിനെയും മകളെയും അമ്മയെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാത്ത, അവന്റെ പേരിൽ കേസെടുത്ത് ജയിലിലടക്കാത്ത പോലീസുകാരൻ കൊല ചെയ്തതിന് തുല്യമാണ്. അത് കൊലപാതകമാണ്. ആ പോലീസ് ഓഫീസർക്ക് യൂണിഫോം ഇട്ടുകൊണ്ട് നമ്മുടെ നികുതി പണത്തിൽ ശമ്പളം വാങ്ങിക്കൊണ്ട് ഈ നാട് ഭരിക്കാൻ അധികാരമില്ല. അത്തരം വൃത്തികെട്ടവർ ജീവിച്ചാൽ ഒരു മനുഷ്യന്റെയും സ്വത്തിനും ജീവനും സുരക്ഷയില്ല. വളരെ കഷ്ടമാണ്, വളരെ സങ്കടകരമാണ്. ധാർമ്മിക രോഷം കൊണ്ട് എന്നെ നിയന്ത്രണം വിടുന്നു ഈ വൃത്തികെട്ട പോലീസ്, നെറികെട്ട പോലീസ്. ഈ നെറികെട്ട പോലീസ് ഈ നാട് മുടിപ്പിക്കും. പിണറായിയാണ് ഉത്തരവാദി. പക്ഷെ ഈ നെറികെട്ട പോലീസ് വളരെ സങ്കടകരമാണ്. ആ കൊച്ചിന്റെ കരച്ചിൽ ആ പോലീസുകാരന്റെ ഒക്കെ ചങ്കു തുളയ്ക്കട്ടെ. മക്കളുണ്ടെങ്കിൽ, ഭാര്യയുണ്ടെങ്കിൽ, അമ്മയുണ്ടെങ്കിൽ മുട്ടുപ്പായി പ്രാർത്ഥിക്കട്ടെ, മാപ്പ് പറയട്ടെ, പശ്ചാത്താപം നടത്തട്ടെ. അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് നിത്യനരകമാണ്, ജീവിത ദുരിതമാണ്. കാരണം ഈ രണ്ടുപേരുടെയും ജീവൻ എടുത്തത്, ആ പിള്ളാരെ അനാഥരാക്കിയത് നിങ്ങളാണ്. കേരള പോലീസ് നിങ്ങളാണ്.